ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ AN വ്ലോഗ്സ്. അർജുൻ ആൻഡ് നന്ദന. അപ്പോൾ ഇന്നത്തെ എക്സാമിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് എക്സാം എനിക്ക് കുറച്ച് ടഫായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ ബ്ലോ ഇൻ ദ വിൻഡ് ചാപ്റ്റർ ഒന്നും തൊട്ട് നോക്കാണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള പോയംസിൻ്റെ അപ്രിസിയേഷനും ക്വസ്റ്റ്യൻസൊക്കെ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ബ്ലോ ഇൻ ദ വിൻഡ് ഞാൻ ഇറങ്ങണതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. എല്ലാം കൂടി പഠിച്ചു വന്നപ്പോൾ നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്രിസിയേഷനൊക്കെ പഠിക്കുന്നുണ്ടെന്നുള്ളത്. ആകെ ആ 4-5 പഠിക്കാൻ പറ്റുള്ളൂ ആ സമയത്ത്. അങ്ങനെ അത് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് മുമ്പേ തോന്നിയിട്ടുണ്ടായിരുന്നു, കാരണം ഈ ബ്ലോ ഇൻ ദ വിൻഡും പോയട്രിയും തീരെ ഒന്നിലും വന്നിട്ടില്ലല്ലോ, അത് വരാൻ നല്ല ചാൻസ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ പഠിച്ചില്ല ഞാൻ. ബാക്കിയുള്ളതൊക്കെ കറക്റ്റായിട്ട് പഠിച്ചു. ബ്ലോ ഇൻ ദ വിൻഡ് ആണെങ്കിൽ എൻ്റെ ലാബറിൻ്റെ കാണാണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കാണണ്ടായി. എന്തായാലും കാണണമെങ്കിൽ ഇനി ഫോണിൽ വീഡിയോയിലിരുന്ന് കാണണം. അപ്പോൾ അവസാനം ഇപ്പോൾ നേരം കിട്ടിയില്ല. അപ്പോൾ അതങ്ങനെ ഒന്ന് നോക്കാണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് തന്നെ കറക്റ്റായിട്ട് വന്നല്ലോ, 4 മാർക്കിൻ്റെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് ഞാനത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു, അതിലത്തെ ഓരോ വേർഡ്സിൻ്റെ മീനിങ്സുകളൊക്കെ. അതിൽ 2 ക്വസ്റ്റ്യന് കറക്റ്റായിട്ട് ആൻസർ കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള 2 പോയിട്ടുണ്ട് മാർക്ക്. പിന്നെ അതുപോലെ അത് 2 കിട്ടിയല്ലോ, അതന്നെ ഭാഗ്യം എന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ ഗ്രാമർ ഈസി ആയിരുന്നു. ഇംഗ്ലീഷ് എക്സാമിൽ ഗ്രാമർ നല്ലതായിരുന്നു. ഭാഗ്യത്തിന് ടഫായിട്ടുള്ളൊന്നും കിട്ടിയില്ല. എനിക്കിപ്പോൾ ഈ സാധനം പഠിക്കാത്ത കാരണമാണ് കുറച്ച് ടഫായിട്ട് തോന്നിയത്. അല്ലെങ്കിൽ ഈസി തന്നെയാണ്, പേപ്പർ മൊത്തത്തിൽ ഈസി തന്നെയാണ്. ഗ്രാമറും നല്ല ഈസി ഉള്ളതായിരുന്നു. അതിലെനിക്ക് ക്വസ്റ്റ്യൻ ടാഗ് മാത്രമാണ് എനിക്കൊരു ഡൗട്ടായിട്ട് തോന്നണത്. പിന്നെ എന്താ പറയുക, റിയലൈസ്ഡ് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഇതൊക്കെ എഡിറ്റിങ്, പേര് കിട്ടാണ്ട് എഡിറ്റിങ്, അതിലും എനിക്ക് ചെറിയൊരു മാർക്ക് പോയെന്നൊരു ഡൗട്ടുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ ടാഗിൽ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം തെറ്റാന്ന് മനസ്സിലായപ്പോൾ അത് ശരിയാക്കി എഴുതിയതിൽ ഞാൻ ഒരു വേർഡ് എഴുതാൻ മറന്നു. ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ നമ്മൾ നോക്കില്ല, അതിലൊരു വേർഡ് എഴുതാൻ മറന്നിട്ട് ഞാൻ എന്നിട്ട് പരീക്ഷാ പേപ്പർ ടീച്ചർക്ക് കൊടുത്തതിന് ശേഷം ഓർമ്മ വന്നേ ആ ഒരു വേർഡ് അതിൽ എഴുതാൻ മറന്നു എന്നുള്ളത്. അങ്ങനെ പോയിട്ടുണ്ട്. എന്തോ ഓക്സിലറി ലിങ്കിങ് വേർഡ് അങ്ങനെ എന്തോ ആണ് എഴുതാൻ മറന്നതെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് മറന്നിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻ ടാഗിൽ കുറച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. എനിക്ക് മെയിനായിട്ട് എന്താ വെച്ചെങ്കിൽ ശ്രദ്ധ തെറ്റും ഭയങ്കര തിക്കും തിരക്ക് അടിച്ചിട്ടുള്ള പ്രശ്നമാണ് ഉണ്ടായത്. പേപ്പർ ആൻസർ എഴുതാനൊക്കെ കറക്റ്റായിട്ട് കറക്റ്റ് ടൈമിനും ഉള്ളിലൊക്കെ എല്ലാം കറക്റ്റായിട്ട് തീർന്നു. ഡിസ്കോഴ്സസൊക്കെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്, കുഴപ്പമുണ്ടായിരുന്നില്ല. ഗ്രാമറിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് കുറച്ച് സ്പീഡ് കൂടിയപ്പോൾ പെട്ടെന്ന് ഒരു ശ്രദ്ധ തെറ്റുകളൊക്കെ എല്ലായിടത്തും വന്നിട്ടുണ്ട്. അതിൻ്റെ എന്തായാലും ഉണ്ടാവും. അങ്ങനെയാണ് എൻ്റെ എക്സാം. കുഴപ്പമില്ല, പേപ്പർ ഈസി ആയിരുന്നു. ഇനിയിപ്പോൾ എൻ്റെ അനുസരിച്ച് കുറേ പോയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയെങ്കിലും 70 എത്തിയാൽ മതി. അപ്പോൾ എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് കമൻ്റ് ഇടാം. മലയാളം ഇപ്പോൾ ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് നേരെ മലയാളം ആയതുകൊണ്ട് കുറച്ച് റിലാക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ മലയാളം ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, പിന്നെ ലേബറിൻ്റെ ഇതാക്കുക. എന്തായാലും ഇംഗ്ലീഷ് എഴുതിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഒരു സാധനം പോലും വിടാൻ പാടില്ല. ചിലപ്പോൾ നമ്മൾ വിടണ ആ സാധനമായിരിക്കും ചിലപ്പോൾ വരില്ല എന്ന് വിചാരിക്കുമ്പോൾ കറക്റ്റായിട്ട് വരാം. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ എല്ലാം കവർ ചെയ്ത്, അത് ഇംഗ്ലീഷും കൂടി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ പേടി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി കവർ ചെയ്യാൻ നോക്കുമല്ലോ അതും. ഇനിയിപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തന്നെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കണില്ല. ഇനി റിസൾട്ട് വരുമ്പോൾ നോക്കാമെന്ന് വെച്ചിട്ടാണ്. എന്തെങ്കിലും ആവട്ടെ, അപ്പോൾ അറിയാം എന്താണ് സംഭവങ്ങൾ എന്നൊക്കെ ഉള്ളത്. ചിന്തിച്ചിരുന്ന സമയം പോവും. ഇംഗ്ലീഷിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ അവിടെ ഇവിടെയും കുറേ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ റിസൾട്ട് വരുമ്പോൾ കുഴപ്പമുണ്ടാവാണ്ടിരിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഫോർ നെക്സ്റ്റ് എക്സാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ടാറ്റാ.